ബെൻഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ച് വീണ്ടും യമൻ ആക്രമണം നടത്തിയോടനുബന്ധിച്ച് എയർപോർട്ട് താൽക്കാലികമായി അടച്ചിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. അതിശക്തമായിരിക്കുന്ന ആക്രമണമാണ് യമൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന കേന്ദ്രങ്ങൾക്ക് നേരെ ഉണ്ടാകുന്നത്. അഷ്കലോൺ നഗരവും ടെല്ലവീവും അതോടൊപ്പം തന്നെ ബെൻഗൂരിയൻ താവളവും എയർപോർട്ടും കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ആക്രമണം നടത്തപ്പെടുകയും ഏറെക്കുറെ ഇതൊക്കെ ലക്ഷ്യം കാണുകയും ചെയ്തിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ട് ഇസ്രായേൽ തന്നെ പുറത്തു വന്നു. ചാനൽ 12 എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ ചാനൽ തന്നെ ഈ കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നു. അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: 100-ലധികം ഇസ്രായേലിൻ്റെ നഗര ഗ്രാമ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ 24 മണിക്കൂർ എന്ന തരത്തിൽ സൈറൺ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ട് സൈറൺ മുഴങ്ങുന്നു എന്ന് ചോദിച്ചാൽ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടി സാധിക്കും. അതിൻ്റെ കാര്യം അവർ പറയുന്നത്, പ്രതിരോധമുണ്ടെങ്കിൽ അയൺ ഡോം പോലെയുള്ള പ്രതിരോധ സംവിധാനം ഉണ്ടെങ്കിൽ ആകാശത്ത് വെച്ച് തന്നെ യമൻ്റെ ഈ ഹൈപ്പർസോണിക് മിസൈലിനെ തകർക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആളുകൾ ബങ്കറിലേക്ക് ജീവൻ കൊണ്ട് ഓടി പോകേണ്ട കാര്യമൊന്നുമില്ല. അത് തകർക്കാൻ സാധിക്കാത്തത് കൊണ്ട് ജീവൻ രക്ഷപ്പെടാൻ വേണ്ടി പൗരന്മാരോട് സുരക്ഷിത മേഖലയിലേക്ക് ഓടിപ്പോകാൻ പറയുന്നതും സർക്കാർ തന്നെയാണ്. യഥാർത്ഥത്തിൽ യമൻ്റെ മുൻപിൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു എന്ന രീതിയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് നമ്മൾക്ക് ഈ ചാനൽ 12 തന്നെ ഇപ്പോൾ പുറത്തുവിടിച്ചിരിക്കുന്നത്.